8ാം ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ എവിടെ നിന്നു? ഓരോ സ്ഥലത്ത് വീട് ഇല്ല, റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ആരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തത്? എതിർപ്പ് എൻ്റെ വീട്ടിൽ എല്ലാവരും എതിർപ്പായിരുന്നു. ഞാനിങ്ങനെ ആവുന്നതിന് മുമ്പേ വീട്ടിൽ കുറച്ച് പ്രശ്നമായിരുന്നു. എപ്പോഴെങ്കിലും ഉമ്മാനെ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്ത് അവർ സിമ്മ് മാറ്റി, താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ജ്യൂസ് മേക്കർ ആയിരുന്നു. ഡ്രൈവിംഗ് അറിയാം. ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ട്. എല്ലാം അറിയാം. പിന്നെ വേറെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. എല്ലാത്തിനും പോയിട്ടുണ്ട്. ഇന്ന പണിയൊന്നുമല്ല, എല്ലാ പണിയും എനിക്കറിയാം. ഒരു ജോലിക്കല്ല പോകാത്ത. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞു. എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ്. ഞാൻ ഈ ഐഡൻറ്റിറ്റിയിൽ ഇനി ഇവിടെ ജോലി ചെയ്യട്ടെ എന്ന് അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ടായിരുന്നു. ജോലിയുടെ കാര്യമല്ലായിരിക്കും ആദ്യമേ പറയുന്നത്. സർജറി ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ പാർട്ട് എങ്ങനെയാ ഒരുപാട് പേര് ഫേക്ക് ആയിട്ട് ട്രാൻസ് എന്ന് പറഞ്ഞു ഒരുപാട് പേര് നടക്കും. പെണ്ണുമ്മ ഇതെന്താ നീ കുലുക്കി പോകുന്നേ? ഈ കമന്റ് ഇടുന്ന അവന്മാര് തന്നെയാണ് ആ ഒരു സമയത്ത് എന്നെ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയ ആൾക്കാരാ. കിട്ടിയിട്ടുണ്ട്, ഹറാസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നോർമൽ ആണെങ്കിൽ എനിക്ക് കുറച്ച് തീർച്ചയായും കേരളത്തിൽ താമര വിരിയുമല്ലോ. 5 സീറ്റെങ്കിലും മിനിമം വിരിയും. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഉണ്ണിമായയുടെ തന്നെ കമ്മ്യൂണിറ്റി സിസ്റ്ററായി സനികയാണ്. ഹായ് സനിക. രണ്ടുപേർക്കും ഒരുമിച്ച് ഒന്നുകൂടി വെൽക്കം. അപ്പം സനിക ഇപ്പം പണ്ട് ആണായിരുന്നു, ഇപ്പൊ പെണ്ണായി. ഏതൊരു ടൈമിലായിരുന്നു ആ ഒരു തിരിച്ചറിവുണ്ടായത്? എനിക്കൊരു 8ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ 8ാം ക്ലാസ് ഫുള്ളാക്കിയിട്ടില്ല. ഞാൻ 8ാം ക്ലാസ് കഴിച്ചിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല. കുഞ്ഞിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ കുഞ്ഞിലെ ഒരു പിന്നെ ഒരു 18 വയസ്സൊക്കെ വീട്ടിലെ സമയത്ത്. 8ാം ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ എവിടെ നിന്നു? ഓരോ സ്ഥലത്ത് വീട് ഇല്ല, റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ജോലിക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആര് ജോലി വന്നു? ചൈൽഡ് ലേബർ തെറ്റല്ലേ? അല്ല, ആ സമയത്ത് പറഞ്ഞാൽ ഇപ്പോ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞ കാട് പിടിച്ച ഏരിയ ആണ്. ഈ മലപ്പുറം ഏരിയ ആണ് എൻ്റെ ശരിക്കും നാട്. മലപ്പുറമാണോ? അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ അവിടെ ഇവിടെ കിട്ടും. ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ഈ അടക്ക വെറുക്കാന്, തേങ്ങ വെറുക്കാനൊക്കെ പോകുന്നൊരു ഇതുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ അതിനൊക്കെ പോകും. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. വീട്ടിൽ പറഞ്ഞ കുറച്ച് സിറ്റുവേഷൻ മോശമായിരുന്നു. ആരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തത്? എതിർപ്പ് എൻ്റെ വീട്ടിൽ എല്ലാവരും എതിർപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ എന്തിന്റെ ബേസിസിലാണ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ബേസിസ് പറഞ്ഞാൽ അത് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യമല്ല, വേറൊരു കാര്യം കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വരുന്നത്. കാരണം ഞാനിങ്ങനെ ആവുന്നതിന് മുമ്പേ വീട്ടിൽ കുറച്ച് പ്രശ്നമായിരുന്നു. എന്നെ വലിയ താല്പര്യമില്ലായിരുന്നു എൻ്റെ അടുത്ത്. വീട്ടിലൊരു സിറ്റുവേഷന് എന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ ആണായിരുന്നപ്പോഴേ താല്പര്യമില്ലായിരുന്നു. തോന്നലല്ല, അതിന് വേറെ കാരണമുണ്ട്. അത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് വീട്ടിലുള്ള. അതത് പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ ആ ഒരു കാര്യം ഉണ്ടായാലും വീട്ടുകാരെനിക്ക് വെറുപ്പൊന്നുമില്ല. അവര് ഇഷ്ടമാണ്. ഇപ്പൊ അവരെപ്പോ വിളിച്ചാൽ ഞാൻ പോകും. ഇപ്പൊ വിളിച്ചാൽ എനിക്ക് ചെല്ലാനും അവരെ നോക്കാനും വളരെ താല്പര്യമാണ്. പക്ഷെ വിളിക്കത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ആയിട്ട് 6 വർഷം കഴിഞ്ഞു. ഇങ്ങനെ ആയിട്ട് അതിനുമുമ്പ് 1 വർഷം മുമ്പ് ഇവിടെ എറണാകുളത്ത് വന്നാണ് ജോലി ചെയ്തതാണ്. എല്ലാമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപ്പത്തിലേ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി. ഒരു 10-18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഞാൻ ഇങ്ങോട്ടേക്ക്. അതുവരെ ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് കുഞ്ഞിലേ തോന്നിയൊരു കാര്യമാണ്. അതായത് നമുക്കൊരു പ്രായമാകുമ്പം നമുക്ക് ഈ ബോയ്സിൻ്റെ ഡ്രസ്സ് പിടിക്കത്തില്ല. നോർമലി ഇപ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സായിരിക്കും പിടിക്കുന്നത്. നമ്മൾ എത്ര ബോയ്സിന് ഡ്രസ്സ് ഇടാൻ നോക്കിയാലും ആരില്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ ആരില്ലാത്ത സമയത്ത് നമ്മൾ ചുറ്റും നൈറ്റ് ഇട്ട് നോക്കും. ഇതൊക്കെയായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടാകത്തില്ല. കാരണം വീട്ടിൽ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ മുസ്ലിം ഫാമിലിയാണ്. ഉമ്മയും ഞാനും മാത്രമേ ഉള്ള. അതിന് ഉമ്മുമ്മ ഉണ്ടായിരുന്നു. ഉമ്മുമ്മ എനിക്കൊരു 10ാമത്തെ വയസ്സിലാണ് ഉമ്മുമ്മ ഇരിക്കുന്നത്. എന്നിട്ട് ഉമ്മയും ഞാനുള്ളായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇതൊക്കെയാണ് വീട്ടിൽ പരിപാടി. വീട്ടിലെവിടെ പോകാനില്ല. സ്കൂളിൽ ലീവിലെ സമയങ്ങളൊക്കെ വീട്ടിൽ ഇതാണ് പരിപാടി. അപ്പം നമുക്ക് അന്നേ അതിൻ്റെ ഒരു ഇതറിയാം.
അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആവാന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കൊക്കെ പണ്ട് ഇത് കേൾക്കുമ്പോൾ വേഷം മാറി പിടിച്ചേറിക്കാര് ഇവരെന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ. ഈ ട്രാൻസ് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ചിന്താഗതി ഇല്ല. ഞാൻ അവിടുന്ന് മലപ്പുറം ആ ഭാഗത്ത് നിന്ന് ഞങ്ങളെ എട്ടാം ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടി പിന്നെ എപ്പോഴാണ് ഇങ്ങനെ മാറാമെന്ന് മനസ്സിലാക്കിയത്? എനിക്ക് അന്നേ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു വയസ്സിൽ നമുക്കൊരു ഇത് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ സർജറി ചെയ്യാം അതൊക്കെ ഞാനിവിടെ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കമ്മ്യൂണിറ്റി കാണുന്നതും അവർ സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും കാണിക്കുന്നതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം, എറണാകുളത്ത് വന്നതിന് ശേഷം. അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ വീട്ടിലെ വേറെ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് പുറത്ത് പറയാൻ എനിക്ക് കുറച്ചുകൂടി ടൈം എടുക്കേണ്ടി വന്നു. അതായത് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ, അയ്യോ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു? കാരണം ഒരുപാട് ജോലികളെല്ലാം ചെയ്യേണ്ടി വന്നില്ലേ ആ ഒരു കുഞ്ഞു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാക്കി എല്ലാവരും കളിച്ച് നടക്കുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണമെന്ന് അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അവർക്ക് നമ്മൾ ഓൾറെഡി താല്പര്യമില്ല, അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും ഉമ്മാനെ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്ത് അവർ സിമ്മ് മാറ്റി, താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. വേണ്ട, ഞാൻ എപ്പോഴും അത് വിട്ടു. നമ്മളവിടുത്തെ മിണ്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ പിന്നെ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര ആ ഏരിയക്ക് അങ്ങ് പോകുന്നില്ല. ഇപ്പം ഇങ്ങനെ തന്നെ ഇതിൽ ഇപ്പം ഇതിങ്ങനെ ആയതിനു ശേഷം കുറച്ച് ഹാപ്പിയാണ്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ആയിട്ടുള്ള സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അത്രയും നാളും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം അല്ലേ? ഇപ്പോൾ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എവിടെ നിന്നായിരുന്നു? അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സ് തുറന്നെല്ലാം പറയാൻ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഒരാൾ, ഇത് വേണ്ടേ? ഉണ്ട്, ശരിയാണ്. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പഠിച്ച് തുടങ്ങിയത്. കാരണം വീട്ടിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു ഇതായതുകൊണ്ട് ഒറ്റയ്ക്ക് അന്നേ ഒരു ഒറ്റപ്പെട്ടൊരു രീതിയിൽ ജീവിച്ചും എനിക്ക് അറിയാം. അതുകൊണ്ട് ആരും ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു കാര്യത്തിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കി ജീവിച്ചു പോകുന്ന ആളായിരുന്നു. അപ്പൊ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ആ സമയത്ത് ഇറങ്ങി അതേപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോയി പിന്നെ 18 വയസ്സായതിനു ശേഷം മൊത്തത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ പറഞ്ഞത്. ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട്. അതായത് വീട്ടിലേക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട്. എന്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്? അപ്പോൾ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. ഞാൻ ജ്യൂസ് മേക്കർ ആയിരുന്നു, ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ട്, എല്ലാം അറിയാം. പിന്നെ വേറെ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, എല്ലാത്തിനും പോയിട്ടുണ്ട്. ഇന്ന പണിയൊന്നുമല്ല, എല്ലാ പണിയും എനിക്കറിയാം. ഒരു ജോലിക്കല്ല പോകാത്ത. നമുക്ക് ആ സമയത്ത് ജീവിക്കണം, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, നമുക്ക് ആരെ മുന്നിൽ കൈ നീട്ടാണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതായിട്ട് തന്നെ ജീവിച്ചു പോകണം. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ റിജക്ഷൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷനൊക്കെ എന്തായിരുന്നു? ആ എക്സ്പീരിയൻസ് ഒരു ആളുടെ അടുത്ത് നിന്ന് അങ്ങനെ റിജക്ഷൻ കിട്ടിയത് ഷെയർ ചെയ്യാമോ? അത് മെയിനായിട്ട് നമ്മൾ എല്ലാവരും അംഗീകാരം ഉണ്ടെന്നാണ് പൊതുവേ പറയുന്നത്. ട്രാൻസിന് ഓക്കെയാണ് എല്ലാവരും പക്ഷെ നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ഞാൻ ആണായിട്ട് നിന്നത് വർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ്, ഞാൻ ഈ ഐഡൻറ്റിറ്റിയിൽ ഇനി ഇവിടെ ജോലി ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് തന്നെ ഇറക്കി വിടുകയായിരുന്നു. ഐഡൻറ്റിറ്റിയിൽ നോട്ടീസ് പീരീഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഓൺ ദ സ്പോട്ട്. ഓക്കെ, അവർ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വന്നു, എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു ജോലി പിന്നെ ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് പ്രോബ്ലം, കുഴപ്പം. നമ്മുടെ ഐഡൻറ്റിറ്റി ട്രാൻസ് എന്നൊരു ഐഡൻറ്റിറ്റി ജോലിയാണ് പാട്. ഇപ്പോൾ പക്ഷെ ഞാൻ സുരക്ഷ ട്രാൻസിൻ്റെ ഓഫീസാണ്, അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ നോർമൽ ആൾക്കാരാണ്, അവരെല്ലാം നല്ല സപ്പോർട്ടുമാണ്. ജോലി ചെയ്യുന്നിടത്ത് നല്ല സപ്പോർട്ടിൽ ലേഡീസും ബോയ്സും ഒക്കെ ഉണ്ട്. നെയ്മ എന്നൊക്കെ പറയുന്നത്, നെയ്മ ചേച്ചി, സ്നേഹ ചേച്ചി, അഖിലേട്ടൻ, അവരൊക്കെ നമ്മളൊരു കൂടപ്പറപ്പിന് എങ്ങനെയാണോ ആ രീതി തന്നെയാണോ അവിടെ ജോലി. അപ്പം സനിക ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ജോലിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ആയതിനു ശേഷം ജോലിക്ക് കുറെ അന്വേഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ കോളിങ്ങിൽ തന്നെ അവരെ പെരുമാറ്റം നമുക്ക് മനസ്സിലാവും. അതായത് ഇന്ന സ്ഥലത്ത് വരണം, ഇങ്ങനെ ഒരു കാര്യം വന്ന് നോക്കിയിട്ടും കാണിച്ച് പോകണം എന്ന് പറയുമ്പം ഓക്കെ ഞാൻ വരാം എന്ന് സംസാരിച്ചിരുന്ന സമയത്ത് പിന്നെ അവർ രണ്ടാമത് പിന്നെയും വിളിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തതാണോ, ഇങ്ങനെ സർജറി ചെയ്തതാണോ,
അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതെങ്ങനെ പറ്റും ഇങ്ങനെ നമുക്ക് പറയുന്നത് നമുക്ക് മോശമായിട്ടുള്ള രീതിയിൽ അവരിങ്ങോട്ട് സംസാരിക്കും. പിന്നെ നമുക്ക് ആ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. നമ്മൾ ഇങ്ങനെയാണ് എന്ന് വെച്ച് ജോലിയുടെ കാര്യമല്ലായിരിക്കും ആദ്യമേ തിരക്കുന്നത്. സർജറി ചെയ്ത് കഴിഞ്ഞു, അവിടുത്തെ പാർട്ട് എങ്ങനെയാ ജസ്റ്റ് അല്ലാതെ മീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ആദ്യത്തെ അവരുടെ. അതുണ്ടെങ്കിൽ അവർക്ക് ജോലി തരാം. അല്ലാതെ മീറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ മീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജോലി ഓക്കെയാണ്. നമുക്ക് അങ്ങനെ ജീവിക്കാനാണെങ്കിൽ സെക്സ് വർക്ക് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അങ്ങ് നോർമൽ സെക്സ് വർക്ക് ചെയ്യാം. നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു ജോലി നോക്കണത്. അവിടെയും ഇതേ അവസ്ഥ തന്നെ. അതുകൊണ്ടാണ് നമുക്കൊരു സ്വന്തമായിട്ട് ജോലി ചെയ്യാനൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ജോലി ചെയ്ത് പോകാനൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ അവരതിന് വേറെ രീതിയിൽ കാണിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പം നമുക്ക് ആ ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അതിനെക്കാട്ടും വെച്ച് നമ്മൾ സെക്സ് വർക്ക് ഇറങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിന് പോകണമെന്ന് നമുക്ക് അത് സെക്സ് വർക്കാണ് ജീവിക്കാമല്ലോ. അതാണ് നോർമലി കുറേ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. BJP അടുത്തൊരു ബില്ല് പാസ്സാക്കി, അറിയാമായിരിക്കുമല്ലോ. LGBTQ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ബില്ല്. അപ്പോൾ ആ ഒരു ബില്ലിനെ എങ്ങനെ നോക്കി കാണുന്നു? കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഇതിനെതിരെ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചിലരുടെ അടുത്ത റെസ്പോൺസ്, നമ്മൾ മീഡിയ തന്നെ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോൾ താമര വിരിയോ എന്ന് ചോദിക്കുമ്പോൾ താമര വിരിയും കുന്തം എന്നുള്ള രീതിയിലെല്ലാം, കുന്തം എന്നല്ല, വളരെ മോശമായുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു ബില്ലിനെ BJPനെയും എങ്ങനെ നോക്കി കാണുന്നു? താമര വിരിയാൻ സാധ്യതയുണ്ടോ? ആദ്യം തന്നെ അത് ചോദിക്കട്ടെ. തീർച്ചയായും കേരളത്തിൽ താമര വിരിയുമല്ലോ. എവിടെയാ വിരിയാൻ പോകുന്നത്? മിക്കയിടത്തും വിരിയും. മിക്കയിടത്തും ഏകദേശം എത്ര സീറ്റില് വിരിയും? 5 സീറ്റെങ്കിലും മിനിമം വിരിയും. 5 സീറ്റിൽ താമര വിരിയും. ഓക്കെ. ഇവിടെ എനിക്ക് അങ്ങനെ രാഷ്ട്രീയ എനിക്ക് തോന്നുന്നു BJPക്കാര് തന്നെ 2 or 3 സീറ്റേ പറയുന്നുള്ളൂ. നമ്മൾ 5 സീറ്റ് പറയും. അല്ല, ജനങ്ങള് മാറി ചിന്തിക്കാമല്ലോ. ഇപ്പൊ ഇത്ര വർഷം കൊണ്ട് തന്നെ ഇടതും വലതും തന്നെ മാറി മാറി കേരളം ഭരിച്ചോണ്ടിരിക്കുക. ഒന്ന് വേറെ ചിന്തിച്ചുകൂടെ? എല്ലാരും നമ്മുടെ തിരുവനന്തപുരം തന്നെ ഇപ്പൊ BJP അല്ലേ നോർമി കോർപ്പറേഷൻ ഫുള്ള് സീറ്റും പിടിച്ചത്. ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ടല്ലേ? ചിന്തിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഇലക്ഷൻ താമര വിരിയുന്ന. എന്താ ഒപ്പീനിയൻ? എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ഇത് അറിയുന്നില്ല. ഞാൻ അങ്ങനെ പാർട്ടിപരമായിട്ട് ആരും ഇതിലും ഇല്ല. പക്ഷെ ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ പേരിൽ ഒരു ബില്ലിറക്കിയതിൻ്റെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ കുറച്ച് അതിൽ സപ്പോർട്ട്. കാരണം ഇങ്ങനെ ബില്ല് വരുമ്പോൾ മറ്റുള്ളവർക്കുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് BJPക്കാരതിൽ പിന്നോട്ട്. അതെ, BJPനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ സത്യമായിട്ട് പറയുന്നത്, ഞാൻ പാർട്ടിപരമായിട്ട് ആരതിലും ഒന്നിനും ഇൻക്ലൂഡ് അല്ല, ഞാനൊരു പാർട്ടിയിലും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം BJPന്റെ രീതിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് വെറുപ്പുണ്ട്. വെറുപ്പ് കാണിക്കാൻ വേണ്ടി ഇല്ല. ഒരു ബില്ലെന്ന് പറയുമ്പോൾ അതിന്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. എന്താണ് അതിന്റെ നല്ല വശം എന്ന് വിചാരിച്ചോ? ഇപ്പൊ ട്രാൻസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നുകൊണ്ടാണ് പോലെയല്ല. എന്ന് വിചാരിച്ചാൽ നല്ല വശം ഉണ്ട്. എന്തൊരു കാര്യം എടുത്താലും അതിന് നല്ല വശം ചീത്ത. കമ്മ്യൂണിറ്റി വന്നതെന്ന് വിചാരിച്ചാൽ ഒരുപാട് പേര് ഫേക്ക് ആയിട്ട് ട്രാൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഈ ബില്ല് വരുംതോറും അവരെ അവഗണിക്കുകയാണ്. ട്രാൻസ് എന്നുള്ള വ്യക്തികൾക്ക് മാത്രം ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. അങ്ങനെയല്ല പക്ഷെ ആ ബില്ലിൽ പറയുന്നത് അങ്ങനെയാണ്. അത് ഫുള്ള് ബില്ല് നോക്കണം. ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് സംസാരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പാണ്. പിന്നെന്ന് വിചാരിച്ചാൽ സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല. ഡോക്ടറിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കണമെന്നാണ് പറയുന്നത്. ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്തിനായാലും വേണം. ഇപ്പം ഒരു ലൈസൻസ് എടുക്കാൻ നമ്മൾ പോകുന്നു, അപ്പം അല്ലെങ്കിൽ വോട്ടർ ID ചോദിക്കും, എടുക്കാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും പ്രൂഫ് അതിന് കാണിക്കണോ? എന്നാൽ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഒരു TG കാർഡ് എടുക്കണമെങ്കിൽ നമ്മൾ ട്രാൻസ് ഇപ്പോഴത്തെ നിലവിൽ നിന്ന് നമ്മൾ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എല്ലാവർക്കും TG കാർഡ്, ട്രാൻസ് ID കാർഡ്. അതിൽ ഇപ്പം 100 പേര് എടുക്കുകയാണെങ്കിൽ 30 പേരെ കാണും ഒറിജിനൽ ട്രാൻസ്. ഫേക്കായിട്ട് എത്രയോ എനിക്ക് തന്നെ അറിയാം. എത്രയോ പേര് മാരേജ് ചെയ്ത് എത്രയോ പേര് TG കാർഡ് കൊണ്ട് നടക്കുന്നുണ്ട്. കല്യാണം കഴിച്ച് കുട്ടികളായവർ തന്നെ TG കാർഡ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബില്ല് വരുമ്പോൾ ഇതൊരു ഡോക്ടറിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇവർ ഓക്കെ ആണ്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ TG കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് നല്ലതല്ലേ? അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടി TG കാർഡ് എടുക്കുന്നതാണോ അല്ലാതെ എടുക്കുന്നതാണോ നല്ലത്? അതൊന്നും അതിനകത്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഞാനത് അത്ര ഇതാക്കുന്നത്. ഇപ്പോൾ
ഈ അഴിച്ച് നമുക്ക് ഒരാളടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നടത്താതൊക്കെ ഒരു ബില്ലിലുണ്ടല്ലോ. അഴിച്ചു കാണിക്കാന്ന് പറഞ്ഞൊരു ഇതാണ് അഴിച്ചു കാണിക്കുക. ഡോക്ടർ ചെക്കപ്പ് ആണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. ഞാൻ ഇരിക്കട്ടെ, ഈ ഡോക്ടർ ചെക്കപ്പ് നമ്മൾ സർജറിക്ക് എന്തായാലും ഡോക്ടറിന്റെ മുമ്പിൽ പോകുന്നുണ്ട്. ചെക്കപ്പ് ഓരോ അസുഖങ്ങൾക്ക് ഡോക്ടറിന്റെ മുമ്പിൽ പോകുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡോക്ടറിന്റെ മുമ്പിൽ നമുക്ക് ശരീരം കാണിക്കുന്നതിനോ നമ്മുടെ ബോഡി കാണിക്കുന്നതിനോ വലിയ ഇതില്ല. നമ്മൾ എന്തൊക്കെ അസുഖങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അതേപോലെ കണ്ടാലും മതി. നമ്മുടെ ശരി ഡോക്ടറാണ്, അതിൽ വേറൊന്നും നമ്മൾ വിചാരിക്കണം. ഡോക്ടർ ദൈവത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. എന്നാ അങ്ങനെയാവട്ടെ. നമുക്ക് അതിൽ പറയാനില്ല, ഇവിടെ എടുത്തത്. ഓക്കെ. അപ്പം 8ാം ക്ലാസ് മുതൽ എനിക്കിപ്പോഴും അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. 8ാം ക്ലാസ് അതല്ല, ഞാന് പഠിപ്പ് ഒരു 8ാം ക്ലാസ് ജയിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ ഹൈസ്റ്റ് ക്വാളിഫിക്കേഷൻ 8 ജയിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നല്ല, പഠിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് മക്കളുണ്ട് എന്നുള്ളൊരു ചിന്താഗതി വേണം വീട്ടിൽ. അല്ലാത്ത രീതിയിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ ആവുമ്പം നമുക്ക് ആ വീട്ടിൽ നിൽക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയണത് 6 മാസം. അല്ല, ഞാൻ ചോദിക്കട്ടെ, വേറൊരു റീസൺ കൊണ്ടല്ലേ ഇറങ്ങുന്നത്? ഇപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം വീട്ടിൽ പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. എന്നിട്ട് പോലും അവര് തിരിച്ചു വിളിക്കത്തില്ല അവര്. അമ്മയ്ക്ക് അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടിയാവുന്നത്. വർഷം കേൾക്കണം, അത് വേറെ ഇതുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്നും വീട്ടിൽ പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് എനിക്ക് വീട്ടിലെന്ന് പറയണത് ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവുക. ആ സമയത്ത് പണ്ടേ ഞാൻ നടക്കുന്ന സമയത്ത് പുറമെ ആൾക്കാർക്ക് അറിയാം. ഞാൻ എൻ്റെ നടത്തവും ഇരിപ്പും നടത്തവും എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോഴേ വിളിക്കുമായിരുന്നു, പെണ്ണുമ്മ ഇതെന്താ നീ കുലുക്കി പോകുന്നേ, അങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് കമന്റ് ഉണ്ട്. ഇപ്പൊ കുഞ്ഞു സമയം നടക്കുന്ന സമയത്ത് ഇതോ ആണ്. അതേപോലെ തന്നെ നാട്ടിൽ തന്നെ എത്ര ആൾക്കാര് മറ്റുള്ള രീതിക്ക് തന്നെ ഇതാക്കിയിട്ടുണ്ട്. അതേപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ നല്ല പിള്ള ചമയുന്ന ഈ കുറെ ആൾക്കാർ ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ടാവും കമന്റ്. ചിലപ്പോ എന്റെ നടത്തൊരു കമന്റ് വേണ്ടാത്ത കുറെ കമന്റ് ഇടും. കേട്ടേ ഉള്ളൂ അത്രേ. അല്ല, ഞാൻ അതിലൊന്നും ഇതാക്കുന്നല്ല. ഈ കമന്റ് ഇടുന്ന അവന്മാര് തന്നെയാണ് ആ ഒരു സമയത്ത് എന്നെ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയ ആൾക്കാരാ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതാ നാട്ടിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെയാണ്. അവന് അതിന് കിട്ടും, നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ഹറാസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നോർമൽ ആണുങ്ങളെ എനിക്ക് കുറച്ച് ബാക്കില്ല. നോർമൽ ആണുങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാശിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ, പക്ഷെ കാശിന്റെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആവുന്നതിന് മുമ്പ് ഞാൻ നല്ലപോലെ ജോലി ചെയ്താണ് ജീവിച്ചിട്ടുള്ളത്. ജോലി സമ്പാദിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. ബട്ട് ഞാനിങ്ങനെ ആയതിനു ശേഷം പറയാൻ പറ്റില്ല. ഇങ്ങനെ ആയതിനു ശേഷം നമ്മുടെ ട്രീറ്റ്മെന്റിനും വാടകയ്ക്കും കാര്യത്തിനും നമുക്ക് ജോലി ആരും തരുന്നില്ല. ഈ ജോലി തരാത്ത പക്ഷം ഇപ്പൊ നമുക്ക് ആ ജോലി കിട്ടത്തില്ല. അതിന്റെ മാറ്റം അതാണ്. നമ്മളിങ്ങനെ ആയി എന്ന് പറയുമ്പോൾ അവർക്ക് ജോലി തരാൻ താല്പര്യമില്ല. പക്ഷെ ഇതിന് മുമ്പായിരുന്നപ്പം ഇവിടെ ജോലി കിട്ടുമായിരുന്നു. അതാണ് മെയിൻ മാറ്റം. നമ്മൾ ഇങ്ങനെ മാറുമ്പോഴും നമ്മൾ നോർമലി ഇഷ്ടപ്പെടാണ്ട് പലതിനും അതായത് ഇപ്പൊ നമ്മള് ഒരു വീട് വാടക എടുത്താൽ ഇപ്പം നോർമൽ ഒരു ഫാമിലിക്ക് ആണെങ്കിൽ വാടക 5000 രൂപ. ട്രാൻസ് എന്ന് പറയുമ്പോ 13,000-15,000 ആവും. ട്രാൻസ് ആവുമ്പോ അത് ഇരട്ടിക്കാവും. ട്രാൻസ് എന്ന് പറയുന്നത് ഇവിടെ എറണാകുളത്ത് തന്നെ ട്രാൻസ് എന്നൊരു വീട് പറയുമ്പോൾ ട്രാൻസ് ആണല്ലേ, വാടക ഒരു ഇത്ര ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ അവിടെ അവർ കൊടുത്തോണ്ടിരിക്കുന്ന 5,000 രൂപയ്ക്ക് വീട് കൊടുത്തോണ്ടിരുന്നത് നമ്മൾ വരുമ്പോൾ 15,000 ഡബിൾ ആക്കി. പക്ഷെ നമുക്ക് ഗതികളില്ല. അപ്പൊ നമ്മൾ ആ പൈസ കൊടുത്ത് ജീവിക്കണം. ഒരു ഷട്ടർ വേണമല്ലോ, വേണ്ടേ? നമുക്ക് എല്ലാരും പോലെ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ആയിട്ട് വെറുതെ റോട്ടി കിടന്ന നമ്മളെ അവസ്ഥ എന്താ? അല്ലാണ്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ആയിട്ട് നമ്മള് റോട്ടി കിടക്കേണ്ട അവസ്ഥ ഒന്നും എന്തുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പൈസ കൊടുത്ത് നിന്നേ പറ്റത്തുള്ളൂ. അതാണ് സിറ്റുവേഷൻ. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഹാപ്പി ആണോ ഈ ലൈഫില്? തീർച്ചയായും ഞാൻ ഹാപ്പിയാ.
തീർച്ചയായും ഹാപ്പിയാണ്, ഇപ്പോഴാണ് ഹാപ്പി. ഇഷ്ടപ്പെടാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഒറ്റൊരു കാര്യത്തിൽ മാത്രമല്ലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ? അല്ല, ഞാൻ പറയട്ടെ, ഇഷ്ടപ്പെടാതെ ഹാപ്പിയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം വരെ ഉള്ളൂ ഈ കഷ്ടപ്പാട്. നമ്മുടെ സർജറി ആ ഒരു ഘട്ടം വരെ. സർജറി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, ഫിനാൻഷ്യലി ഓക്കെയാണ്. സർജറിക്കാണെങ്കിൽ നല്ല എമൗണ്ട്, അതൊപ്പിക്കാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാടും ഇതും എല്ലാം സഹിച്ച് വരുന്നത്. സർജറി കഴിഞ്ഞാൽ നോർമൽ ഹാപ്പിയാണ്, സന്തോഷത്തോടെ ലൈഫ് മുമ്പോട്ട് പോകും. ഇപ്പോൾ റിലേഷനുള്ളവരുണ്ട്, പാർട്ട്ണർ ആയിട്ട് പോകുന്നു, വീട്ടിൽ അംഗീകരിക്കുന്നവരുണ്ട്, വീട്ടിൽ അംഗീകരിക്കാത്തവരും കമ്മ്യൂണിറ്റി ബേസിൽ നല്ല ലൈഫായിട്ട് സന്തോഷം. അവർക്കും അമ്മയും ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിറ്റി തന്നെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഈ സർജറി ഘട്ടം വരെയാണ് ഈ കളിയാക്കലുകളായാലും ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളായാലും ഒക്കെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ ജീവിക്കാൻ, അതായി കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു സന്തോഷം വേറെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് ലൈഫ് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞങ്ങളെ 3 പേരെയും കേട്ടിരുന്നതിന് ബി4 ബ്ലേസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും താങ്ക് യു. ബൈ.